ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത വഴികളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നമ്മളെല്ലാവരെയും പരിപാലിച്ചു. നാം ആയിരുന്ന സ്ഥാനങ്ങളിൽ, യാത്രകളിലൊക്കെ ദൈവം കൂടെ ഇരുന്ന് നമ്മളെ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ രാജ്യത്ത് നടക്കുന്ന പല സംഭവങ്ങൾ നാം നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നാം ചിന്തിക്കാത്ത നിലയിൽ അതിഭയങ്കരമായ പ്രതികൂലങ്ങളും അവസ്ഥകൾ നാം കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു, അല്ലേ? കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിനുവേണ്ടി നാം ഒരുങ്ങേണ്ട കാലമാണിത്. ഇന്നലെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ വൈകിട്ട് ആ ചർച്ചിലെ, ഒരു AG ചർച്ചിലെ ദേവദാസൻ പാസ്റ്റർ പറയുവാനിടയായി തീർന്നു. താൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലിലായിരുന്നു. അപ്പം താൻ പറഞ്ഞു, അവിടെ ഒരു യഹൂദന്മാർ അവരുടെ യാഗം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള റെഡ് ഹെയ്ഫർ അതിനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ദിവസങ്ങളിൽ ജൂൺ 13 മുമ്പ് ദിവസങ്ങൾ അവർ യാഗം കഴിക്കും എന്നുള്ള നിലയിലാണ് അതായിരിക്കുന്നതെന്ന് താൻ പറയുവാനിടയായി തീർന്നു. അത് കാണുമ്പോൾ കർത്താവിൻ്റെ വരവ്, ഹല്ലേലൂയ, അധികം കാലം നമ്മുടെ മുന്നിൽ ഇനിയില്ല. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിൽ കർത്താവിനോട് പറയാം, കർത്താവേ, നാം പാടിയതുപോലെ നിൻ്റെ ദയ, നിൻ്റെ കൃപയല്ലാതെ നമുക്കൊന്നും ഇല്ല. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ അതിനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നാം പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 16-ാം അധ്യായമാണല്ലോ. അതിൽ നാം ഇന്നും ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 11 മുതലുള്ള ഭാഗങ്ങളാണ്. അതിനു മുമ്പായിട്ട് അതിൻ്റെ 6-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ ആസിയിൽ അടുത്ത വാക്യം കൂടെ മതി. പരിശുദ്ധാത്മാവ് വിലക്കി, അല്ലേ? യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഞാനിത് വായിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ദൈവസഭയോട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിലക്കപ്പെടുകയും ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ പൗലോസ് പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, തൻ്റെ സ്വന്തം ബുദ്ധിയല്ല, സ്വന്തം ബുദ്ധിയിൽ അവർ വിചാരിച്ചു ഏസിയയിലേക്ക് പോകണം. എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. ആ പരിശുദ്ധാത്മാവിൻ്റെ വിലക്കിനെ കീഴ്പ്പെടുവാൻ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. രണ്ടാമത് അവർ ബെഥുന്യയിലേക്ക് പോകാൻ ശ്രമിച്ചു. അവിടെ യേശുവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾക്കും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനും അനുസൃതമായി നമ്മുടെ കാൽച്ചുവടുകളെ വെൽക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ ദൈവസഭയോട് ചോദിക്കട്ടെ, നാം എല്ലാവരും ദൈവമക്കളാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് യാത്രീ കാലങ്ങളിൽ നിങ്ങളോട് ഇടപെട്ട് പറഞ്ഞില്ലേ, ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇന്ന വ്യക്തിയോട് പോയി സംസാരിക്കുവാൻ, ഇന്ന സ്ഥലത്ത് നിങ്ങൾ നാളെ പോകരുത് എന്നിടപെട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് ഓർത്ത് നോക്കിയേ, കർത്താവ് നടത്തിയ ആ വഴി. അന്ന് അതനുസരിച്ചില്ലായിരുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലനം മറ്റൊന്നായിരിക്കാം. എന്നാൽ അന്ന് ദൈവത്തെ അനുസരിച്ചത് കൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചത് കൊണ്ട് ഇന്ന് നമുക്കത് മനസ്സിലായി, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 16-ഉം 17-ഉം ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 5-ന്റെ 16-ഉം 17-ഉം. നമ്മൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തന്നെ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിത യാത്രയിൽ
ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അപ്പം ആത്മാവിൻ്റെ ഇഷ്ടവും ജഡത്തിൻ്റെ ഇഷ്ടവും എപ്പോഴും ഓപ്പോസിറ്റാണ്. ഹല്ലേലൂയ. ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ ടെൻഷൻ എന്ന് പറയുന്നത്. ആത്മാവിനെ അനുസരിച്ചാണോ ഞാൻ നടക്കുന്നത്, അതോ ജഡത്തെ അനുസരിച്ചാണോ നടക്കുന്നത്? ഇവിടെ പൗലോസ് വളരെ ശക്തമായി പറയുകയാണ്, നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. കർത്താവ് പറഞ്ഞു, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളത് ആകുന്നു. ഇവിടെ കർത്താവ് പറയാണ്, ഞാനും ഈ ലോകത്തിൽ, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്ന് ജീവിച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നതാണ്, ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല. ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ, കഴിവില്ലാഞ്ഞിട്ടാണോ? എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല. അതുതന്നെയാണ് ഓരോ ദൈവ പൈതലും തൻ്റെ ജീവിതത്തിൽ അനുകരിക്കേണ്ടത്. നമുക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതനുസരിച്ച് നമ്മുടെ കാൽച്ചുവടുകളെ വെക്കുമ്പോൾ ആണ് യഥാർത്ഥമായി ദൈവത്തെ അനുസരിക്കുന്നവരെന്ന്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പിതാവിനെ അനുസരിക്കാതെ സ്വയമേ തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം പിശാച് പരീക്ഷിച്ചില്ലേ? ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെ, ഫിലിപ്പിയൻ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അതിൻ്റെ ഇംഗ്ലീഷിൽ ഒരു പോയിന്റ് കൂടെ അവർ പറയുന്നുണ്ട്, അത് മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. ഇംഗ്ലീഷിൽ പറയുന്നത്, ബീയിങ് ഇൻ വെരി നേച്ചർ ഓഫ് ഗാഡ് ഡിഡ് നോട്ട് കൺസിഡർ ഇക്വാലിറ്റി വിത്ത് ഗാഡ് സംതിങ് ടു ബി യൂസ്ഡ് ഫോർ ഹിസ് ഓൺ അഡ്വാൻറ്റേജ്. യേശുവിൻ്റെ സ്വയമായ നന്മയ്ക്ക്, സ്വയമായ താല്പര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി യേശു ഉപയോഗിച്ചില്ല. അത് ഉപയോഗിക്കാൻ വേണ്ടി പരീക്ഷകൻ പരീക്ഷിച്ചു, അല്ലേ? ഈ അപ്പത്തോട് കൽപ്പിക്കുക. എന്നാൽ യേശു പറഞ്ഞു, നോ. ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കും. തൻ്റെ ശക്തി ഉപയോഗിച്ച് ആ കല്ലിനെ അപ്പമാക്കുവാൻ യേശുവിന് കഴിയുമായിരുന്നു. എന്നാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി യേശു ഒരു ശക്തിയും അവിടെ ഉപയോഗിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓരോ ദൈവ പൈതലിന്റെ ജീവിതത്തിലെ പോരാട്ടം എന്ന് പറയുന്നത് ഇതാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതും ജഡത്തെ അനുസരിച്ച് നടക്കുന്നതും, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം. ഞാൻ ആരെ അനുസരിച്ചാണ് നടക്കുന്നത്? ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് ആത്മാവിനെ അനുസരിച്ച്. പൗലോസും ശീലാസും അങ്ങയുടെ ശിഷ്യന്മാർ യാത്ര ചെയ്ത് പ്രവർത്തിച്ചതുപോലെ ആത്മാവ് വിലക്കുമ്പോൾ ഞാൻ അനുസരിക്കും, ആത്മാവ് പോകാൻ പറയുമ്പോൾ ഞാൻ പോകും, അതിനുവേണ്ടി എന്നെ ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ. ഏത് ദർശനമാണ്? നമ്മളത് വായിച്ചതാണല്ലോ കഴിഞ്ഞ ആഴ്ച. അതിൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചാ. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ, ഇതുവരെ നാം വായിക്കുമ്പോൾ അവരെ ആരാ ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയേ? ലൂക്കോസ്. ഇവിടെ 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? ഞങ്ങളെ. ഞാൻ വായിച്ചു നോക്കിയപ്പം അവിടം തൊട്ടാണ് ലൂക്കോസും പൗലോസിന്റെ കൂടെ യാത്ര ചെയ്യുവാൻ അവിടെ ഞങ്ങളെന്ന് പറയുവാനിടയായി തീർന്നു. അതുവരെ നാം 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവരെ അല്ലെങ്കിൽ പൗലോസിനെ അവരെ ഇങ്ങനെ ചെയ്തു. അവസാനം 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ആരാണ് ദർശനം കണ്ടത്?
പൗലോസ് ദർശനം കണ്ടു. എന്നാൽ പൗലോസിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ ആ ദർശനത്തിന് മുമ്പിൽ കീഴ്പ്പെട്ട് അവർ ഒരുമനപ്പെട്ട് ഒരു മനസ്സോടെ അവരെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. അവിടെ നമുക്കൊരു യൂണിറ്റി കാണാം, ആ ഒരു ഐക്യത, ആത്മാവിലുള്ള ഐക്യത നമുക്കവിടെ കാണുവാൻ കഴിയും. അവർ ഐക്യതയോട് പറഞ്ഞു, യെസ്, ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചിരിക്കുന്നു. അവരൊരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്തു. അവർ ഫിലിപ്പിയിലേക്ക് ചെന്നു. 12-ാമത്തെ വാക്യം ഇത് 12-ാം വാക്യം വായിച്ചാട്ടെ. ആ ആ ചെന്നു. ചില ദിവസം പാർത്തു. 13 കൂടെ. മതി. ശബത്ത് നാളിൽ, ഇപ്പം കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നാം വായിച്ചപ്പോൾ ശബത്ത് നാളിൽ പൗലോസും കൂട്ടരും എന്തോ ചെയ്ത് അവരെവിടെ പോയേ? സിനഗോഗുകളിൽ പോയി അല്ലേ? എന്നാൽ ഈ സ്ഥലത്ത് സിനഗോഗില്ല. കാരണം എന്നാണെന്നറിയാം? അവിടെ യഹൂദന്മാരധികം ഇല്ല. ഒരു സിനഗോഗ് ഉണ്ടാകണമെങ്കിൽ മിനിമം 10 യഹൂദ പുരുഷന്മാർ വേണം. പക്ഷെ അവിടെ സ്ത്രീകളുണ്ടായിരുന്നു. സ്ത്രീകൾ എത്ര ഉണ്ടെങ്കിലും അവർക്ക് സിനഗോഗ് പണിയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം പ്രവർത്തിച്ചത് ആരില്ലാന്ന് ഓർത്ത് നോക്കിയേ. ഹല്ലേലൂയ. ദൈവം അവരെ ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് എവിടെ ചെന്നു? പുഴവക്കത്ത് ചെന്നിരുന്നു. അപ്പൊ അവിടുത്തെ പ്രാർത്ഥനാ സ്ഥലം എവിടാണ്? പുഴവക്കം. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേക സ്ഥലമെല്ലാം വേണോ? നമുക്ക് എവിടെയും പ്രാർത്ഥിക്കാം, ഏത് സ്ഥലത്തും പ്രാർത്ഥിക്കാം. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഓർക്കുമായിരുന്നു, 17 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ അമേരിക്കയിൽ വന്ന സമയത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് ചർച്ച് കഴിഞ്ഞ്, അന്ന് ആരെയും വെളിയിലുള്ളവരെ ഒരു പരിചയവും ഇല്ല. ഉച്ചയ്ക്ക് ചർച്ച് കഴിഞ്ഞ് അന്നൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനിരുന്ന് ഞങ്ങൾ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുന്നത് കണ്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഡഗ് ബ്രദറിൻ്റെ സിസ്റ്റർ ഞങ്ങളെ കാണുന്നത്. താൻ അപ്പുറത്ത് മാറിയിരുന്ന് കഴിക്കുക. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നോക്കി ആ സിസ്റ്റർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? അപ്പം പറഞ്ഞു, ആന്നു, ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്. അപ്പം എന്നോട് പറഞ്ഞു, എനിക്കൊരു സഹോദരനുണ്ട്, അദ്ദേഹം രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, അധികം നാളായില്ല. താൻ വളരെ കുടിയനായി വല്ലാത്ത രീതിയിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. കുടിച്ച് 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 കസാരയിൽ നിന്ന് വീണ് അവിടെ കിടന്ന വ്യക്തിയാണ്. അവിടെ നിന്ന് കർത്താവ് അവനെ ആ ആഴ്ചകളിലാണ് വിടുവിച്ചത്. യു നീഡ് ടു മീറ്റ് ഹിം. അപ്പം എന്നോട് പറഞ്ഞു, നീ പോയി എൻ്റെ സഹോദരനെ ഒന്ന് കാണണം. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ പോയി തമ്മിൽ കാണും. ആ ഒരു ബന്ധമാണ് കഴിഞ്ഞ 17 വർഷം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. കഴിഞ്ഞ വർഷം തന്നെ തൻ്റെ മരണ ശുശ്രൂഷയിലും ശുശ്രൂഷിക്കുവാൻ ദൈവം അടിയനെ ഇടയാക്കിയത് ആ ഒരൊറ്റ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഞങ്ങളന്ന് പ്രാർത്ഥിക്കാതെ ചർച്ചയിൽ നിന്ന് പോകുന്നതല്ലേ, നല്ല വിശപ്പാ, നമുക്ക് കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് കഴിച്ചിരുന്നെങ്കിൽ ആ സഹോദരി നമ്മളെ കാണത്തില്ലായിരുന്നു, ഞങ്ങളുടെ അടുത്ത് വരത്തില്ലായിരുന്നു. എന്നാൽ ഈ ബ്രദറുമായിട്ട് ഞങ്ങൾ ബന്ധം ആയതിനു ശേഷം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ സുവിശേഷം പറയുവാൻ, അനേക സ്ഥലങ്ങൾ, ഡിട്രോയിറ്റിൻ്റെ നമുക്കൊരിക്കലും പോകാൻ കഴിയാത്ത ഏരിയകളിൽ പോയി സുവിശേഷം പറയുവാൻ ദൈവം അനുവദിച്ചു. കാരണം എന്നാണെന്നറിയാമോ? അന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതുകൊണ്ടാണ്. ദൈവമക്കളെ, നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ഹോട്ടലിൽ കഴിക്കാൻ പോകുമ്പോൾ ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിക്കാമെങ്കിൽ പലരും അതിനെ നോക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അവർ പുഴവക്കത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. സുവിശേഷം പറയാൻ അവസരം കിട്ടുമ്പോൾ, ഇന്നലെ വൈകിട്ട് ഞാൻ ഇവാഞ്ചലിസത്തിൻ്റെ മിനിസ്ട്രി ഇപ്പോൾ താൻ പറയുവാനിടയായി തീർന്നു. സുവിശേഷം പറയുമ്പോൾ അതിൻ്റെ കാതലായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആർഗ്യുമെൻ്റ് അല്ല, കാതലായ കാര്യം യേശു ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നാം നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളെ കാണുമ്പോൾ, യേശുവിനെ അറിയാത്തവരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ, ഇവൻ അവിശ്വാസിയാ, ഇവന് സിഗരറ്റ് വലിക്കുന്നവനാ, ഇവൻ ഡ്രഗ് എടുക്കുന്നവനാ, ആ ഒരു ആറ്റിറ്റ്യൂഡിലല്ല കാണേണ്ടത്. ഇവന് വേണ്ടി യേശു മരിച്ചതാണ്, ഇവന് വേണ്ടി യേശു തൻ്റെ രക്തം ചൊരിഞ്ഞതാണ് എന്നുള്ള കാഴ്ചയാണ് നാം ആത്മാവിൽ കാണുന്നെങ്കിൽ,
ഹല്ലേലൂയ. അവരോട് സുവിശേഷം പറയുവാനുള്ള ആത്മഭാരം നമ്മുടെ ഉള്ളിൽ ദൈവം തരും. ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ആത്മഭാരത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സുവിശേഷം പറയുവാൻ ആരോടാണെങ്കിലും സുവിശേഷം പറയുവാൻ ഉള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ആഴ്ച ഹ്യൂസ്റ്റണിലായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ അവരുടെ വീട്ടിൽ വിളിക്കുവാനിടയായി തീർന്നു ഭക്ഷണത്തിന്. അവിടെ പോയിരുന്നപ്പോൾ അവരോടും ഞങ്ങളെ സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാക്കി. നമുക്ക് അങ്ങനെ ഒരു അവസരം തരുമ്പോൾ എങ്ങനെയെങ്കിലും ദൈവം അവസരങ്ങളെ തരും. ആ ഡിസ്കഷൻ ക്രിസ്തുവിലേക്ക് കൊണ്ടുപോകാൻ, യേശുവിലേക്ക് കൊണ്ടുപോകാൻ, ദൈവം സുവിശേഷത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അതിനായി ഒരുക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പം അടുത്ത വാക്യത്തിൽ 14-ാമത്തെ വാക്യം. മതി. ഇവിടെ അനേക സ്ത്രീകളുണ്ടായിരുന്നു. അനേക സ്ത്രീകളോട് സംസാരിച്ചു. പലപ്പോഴും നാം സുവിശേഷം പറയാൻ ഏറ്റവും വലിയ തടസ്സം എന്നാണെന്നറിയാം. അവരൊന്നും കേൾക്കത്തില്ല, അവരൊന്നും ശ്രദ്ധിക്കത്തില്ല. എന്താ റിസൾട്ട്? നമ്മളിതെല്ലാം ചെയ്തു, നമ്മൾ ട്രാക്റ്റ് കൊടുക്കാൻ പോയി, നമ്മൾ അത് ചെയ്തു, ഇവാഞ്ചലിസം പ്രോഗ്രാംസ് എല്ലാം ചെയ്തു, ഒന്നും കാണുന്നില്ലല്ലോ. നമ്മളത് പ്രതീക്ഷിച്ചല്ല ചെയ്യണ്ടേ. അവിടെ അനേക സ്ത്രീകളുണ്ടായിരുന്നു. എന്നാൽ അതിനകത്ത് ഒരു സ്ത്രീ, ലിഡിയ. നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടുന്നത് എന്തുകൊണ്ടാണ്? ആ പേരവിടെ പറഞ്ഞു തരുന്നുകൊണ്ടാ അല്ലേ? ഹല്ലേലൂയ. ദൈവം ഭക്തിയായൊരു സ്ത്രീ, അത് ഒരു ബിസിനസ് ലേഡി ആയിരുന്നു. എന്തോ അവർ വിറ്റുകൊണ്ടിരുന്നത്? രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ, നല്ലൊരു ബിസിനസ് ലേഡി ആയിരുന്നു. എന്നാൽ ആ ലേഡി ഒരു ഭക്തിയായ വ്യക്തിയായിരുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം കണ്ടെത്തും. നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. തുയഥേര എന്ന് പറയുന്നത് അവിടെ ഒരു സഭയുണ്ടായി അല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നതാണ്. എന്നാൽ ഹല്ലേലൂയ, ബാബിലോണിൽ അവിടെ സ്ഥലം ഏതായിരുന്നു? മക്കദോനിയയിൽ നിന്ന് മാസിഡോണിയൻ കോൾ കിട്ടിയപ്പോൾ പൗലോസ് എന്തോ കണ്ടത്? ഒരു പുരുഷൻ അല്ലേ? എന്നാൽ ദൈവം ഇവിടെ ഒരു സ്ത്രീയെ കണ്ടിരിക്കുകയാണ്. തൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ അന്വേഷിച്ച് യഥാർത്ഥ ദൈവം ആരാണ്, എനിക്ക് സത്യ ദൈവത്തെ ആരാധിക്കണം. അവർ യഹോവയാണോ ആരാധിച്ചിരുന്നത് നമുക്കറിയത്തില്ല. എന്നാൽ ഒരു ഭക്തയായിരുന്നു. ഹല്ലേലൂയ. ആ ഭക്തയായ വ്യക്തിയുടെ ഹൃദയം അറിഞ്ഞ ദൈവം സുവിശേഷം കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും അതിനുവേണ്ടി പ്രതികരിക്കുവാൻ തക്കവണ്ണം ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഓരോരുത്തരും ഇവിടെ ഇന്ന് ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവം നമ്മുടെ ഹൃദയം തുറന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഞാനിത് ഇന്ന് പാട്ട് പാടിയപ്പോൾ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. കാരണം നമ്മുടെ ചുറ്റുമുള്ള അനേകർ ഈ സുവിശേഷം കേട്ടു, നമ്മുടെ കുടുംബത്തിൽ അനേകർ ഈ സുവിശേഷം കേട്ടു. എന്നാൽ ദൈവം എൻ്റെയും നിന്റെയും ഹൃദയം തുറന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നാം ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് വകയുണ്ടോ? ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് വകയുണ്ടോ? ദൈവം എൻ്റെ ഹൃദയം തുറന്നതുകൊണ്ട് സുവിശേഷം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ, അതിനെ അംഗീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് എൻ്റെ ഹൃദയം തുറന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തോട് പറയുവാൻ കർത്താവേ നന്ദി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രത്യാശയോടെ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ എനിക്ക് കഴിഞ്ഞത് കർത്താവേ നിന്റെ കൃപയാണ്, നിന്റെ ദയയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് സുവിശേഷത്തിനോട് പ്രതികരിക്കുവാൻ കഴിഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഒട്ടും തിരിഞ്ഞു നോക്കിക്കേ, നാം രക്ഷിക്കപ്പെട്ട നാളിലേക്കൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ അന്ന് സുവിശേഷം കേട്ടപ്പോൾ വചനത്തിന് മുമ്പിൽ നമ്മളെ സമർപ്പിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം തുറന്നതുകൊണ്ട്, ദൈവത്തെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞതുകൊണ്ട്, നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവർ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ അയൽവക്കക്കാർ പലരും ഇന്നും ലോകക്കാരായി ജീവിക്കുമ്പോൾ സത്യദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞതിൻ്റെ കാരണം അത് നമ്മുടെ കഴിവല്ല, അത് നമ്മുടെ മിടുക്കല്ല. എന്താണ് വചനം പറയുന്നത്? അത് ദൈവത്തിൻ്റെ കൃപ.
ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2:3 അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കും, കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു പാട്ടേ പാടുവാനുള്ളൂ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്നേ പറയുവാനുള്ളൂ, കൃപയാൽ കൃപയാൽ കൃപയാലാണ് ഞാനിന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. അത് നമുക്കൊരു മിടുക്കും പറയുവാനില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ തുറന്ന ഹൃദയം ഒരിക്കലും അടഞ്ഞു പോകാനിടയാകല്ലേ. ഹോ ഹല്ലേലൂയ. ദൈവം തുറന്ന ഹൃദയം ശത്രു അടച്ചു കളയുവാൻ പിശാചിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്താണെന്നറിയോ? നമ്മുടെ അനുഗ്രഹങ്ങളൊന്നുമല്ല, നമ്മുടെ ജോലിയല്ല, നമ്മുടെ ശമ്പളമല്ല. പിശാചിൻ്റെ ടാർഗറ്റ് ഒരു ദൈവത്തിൻ്റെ ഹൃദയമാണ്. ദൈവവചനത്തോട് പ്രതികരിക്കാൻ കഴിയാതെ വണ്ണം അതിനെ കഠിനമാക്കി കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. ദൈവവചനം ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും പ്രതികരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നില്ലെങ്കിൽ നാം ദൈവത്തോട് പറയണം, കർത്താവേ, എന്നെ ഉടയ്ക്കണമേ, എന്നെ ഉടയ്ക്കണമേ. എൻ്റെ ഹൃദയത്തിൽ തകർന്നും നുറുങ്ങിയും ഒരു ഹൃദയം എനിക്ക് തരണമേ. ഞാൻ എന്നിൽ ആശ്രയിക്കുവാനിടയാകല്ലേ, ഞാൻ എൻ്റെ ജഡത്തിൽ ആശ്രയിക്കുവാനിടയാകല്ലേ, എൻ്റെ സൗകര്യങ്ങളിൽ ആശ്രയിക്കുവാനിടയാകല്ലേ. കർത്താവേ, എനിക്ക് വേണ്ടത് ഒരു തകർന്നും നുറുങ്ങിയുമുള്ളൊരു ഹൃദയം. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഒരു തുറന്ന ഹൃദയം. ഓ ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആനന്ദം. ഓ ഹല്ലേലൂയ. നമുക്കറിയാം, ഉദരത്തിൻ്റെ ഉള്ളിൽ അല്ലേ, എലിസബത്തിൻ്റെ മുമ്പിൽ മറിയ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഓ, പിള്ള ഉള്ളിൽ തുള്ളി. ഇന്ന് പകൽക്കാലം ഓരോ ദൈവ പൈതലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ തുള്ളുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഉള്ളിൽ അകത്ത് സന്തോഷം തുടിക്കുമ്പോൾ അത് പുറത്തത് പ്രതിഫലിക്കും. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ആത്മാവിലുള്ള സന്തോഷം ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 6:44 ഇങ്ങനെ വായിക്കുന്നു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുന്നതല്ല. ദൈവത്തിലെ ദൈവം നമ്മളെ ആകർഷിച്ചതുകൊണ്ടാണ്, പിതാവ് നമ്മളെ ആകർഷിച്ചതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഈ ഓട്ടത്തിൽ നാം തളർന്നു പോകാതെ, ഈ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നാം അതിൽ തളടിയായി പോകാതെ മുന്നോട്ട് പോകണമെങ്കിൽ നാം ഓർക്കണം, നാം ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മളെ കണ്ടവരാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കുമാറാകട്ടെ. 15-ാമത്തെ വാക്യം, അവളും കുടുംബവും സ്നാനമേറ്റു. വായിച്ചോ. കണ്ടോ, ലിഡിയയുടെ ഒരു ക്യാരക്ടർ കണ്ടോ? സുവിശേഷം കേട്ടു, എത്ര ദിവസം അവിടെ സുവിശേഷം സംസാരിച്ചു, വചനം പഠിച്ചു എന്നൊന്നും പറയുന്നില്ല. സുവിശേഷം കർത്താവുടെ ഹൃദയം തുറന്നപ്പോൾ എന്തു സംഭവിച്ചു? അവളും കുടുംബവും സ്നാനമേറ്റു. ഒരു സാക്ഷിയുള്ളൊരു സഹോദരിയായിരുന്നല്ലേ അവൾ. ആ സുവിശേഷം കേട്ടെ, എന്നാൽ സുവിശേഷം കേട്ട് താൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അവളുടെ ഇൻഫ്ലുവൻസ് ഒന്ന് നോക്കിക്കേ. അവൾ തന്നെയല്ല സ്നാനപ്പെട്ടെ. നമ്മളൊക്കെ പലപ്പോഴും തന്നെ വിശ്വാസത്തിലൊക്കെ വന്നവരല്ലേ. ഞാൻ സ്നാനപ്പെട്ടത് ഓർക്കായിരുന്നു. ഇപ്പം എനിക്ക് ഓർമ്മ പോലുമില്ല ഞാൻ എവിടെ സ്നാനപ്പെട്ടെന്ന്. കാര്യം പേടിച്ച് വീട്ടിൽ നിന്ന് ആരും കാണാതെ ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് പോയി ഒരു സ്ഥലത്ത്, എനിക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ചോദിക്കണമെന്നുണ്ട്, എവിടെ ആയിരുന്നു ആ സ്ഥലം. കാര്യം അന്നൊരു ഓർമ്മയില്ല, ഭയങ്കര പേടിച്ചാണ് പോയി ചെയ്തത്. എന്നാൽ ലിഡിയ തൻ്റെ കുടുംബത്തിന് മുമ്പിൽ കുടുംബമായി സ്നാനപ്പെടുവാൻ, കർത്താവിനെ അംഗീകരിക്കാൻ തൻ്റെ കുടുംബത്തിലൊരു സാക്ഷ്യം ഉള്ള വ്യക്തിയായിരുന്നു. കാരണം എന്നാണെന്നറിയാമോ? ലിഡിയ ഒരു ഭക്തയായിരുന്നു. തൻ്റെ ഒരു ബിസിനസ് ലേഡി ആയിരുന്നെങ്കിലും തൻ്റെ ഒരു ഭക്തയായിരുന്നു. തൻ്റെ കുടുംബത്തിലൊരു സാക്ഷ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അടുത്തത്, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്നെണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ഒരു നല്ല ഹോസ്പിറ്റാലിറ്റി അല്ലേ
തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച്, ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച്, ഞാൻ വിചാരിക്കുന്ന അവിടുത്തെ തൊയ്ത്തിരിയ ചർച്ച് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെയൊക്കെ വീട്ടിലൊരു ചർച്ച ആരംഭിച്ചിട്ടില്ലേ? ആരുടെ വീട്ടിൽ ചർച്ചുകൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്? നമ്മുടെയൊക്കെ ഭവനം അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ചർച്ച് തുടങ്ങി. നമ്മുടെയൊക്കെ വീട്ടിലാണ് ഓരോ ചർച്ചുകളും ആരംഭിച്ചത്. ഇന്നൊക്കെ ബിൽഡിങ്ങിലോട്ട് മാറിയെങ്കിലും അതിൻ്റെയൊക്കെ ആരംഭം, ഏത് ദേശത്തിലും ഒരു ചർച്ചിൻ്റെ ആരംഭം നോക്കിയാൽ ഒരു ഭക്തൻ തൻ്റെ വീടും തൻ്റെ സൗകര്യങ്ങളും അതിനുവേണ്ടി തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം അവിടെ ചില അസൗകര്യങ്ങളൊക്കെ വരും. അതിനെ അംഗീകരിക്കാനും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനും തയ്യാറായാൽ അവിടെ ഒരു സഭ ഉടലെടുക്കുവാൻ, തൊയ്ത്തിരിയ സഭ ഉടലെടുക്കുവാൻ നമ്മൾ കാരണമാക്കുവാൻ ദൈവമിടയാക്കും. നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഒരു ഹോസ്പിറ്റബിൾ മനസ്സ്. ഹല്ലേലൂയ. അങ്ങനെ ഇനിയും അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്ത പോയിൻ്റ് ഞാൻ വായിക്കുന്നില്ല, പിന്നെ അതൊരു ബിഗ് സ്റ്റോറിയാണല്ലോ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, നാം ഇന്ന് കേട്ടതുപോലെ ഒരു തുറന്ന ഹൃദയം, ഒരു ജഡ്ജ്മെൻ്റൽ ഹാർട്ടല്ല. നമുക്കിപ്പോഴും ദൈവസഭയിൽ പിശാച് ശക്തമായി പോരാടുന്നത് വളരെ ജഡ്ജ്മെൻ്റൽ ഹൃദയം കൊണ്ടുവന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വണ്ണം. ഇന്ന് പൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം, ലിഡിയായ പോലെ ഒരു തുറന്ന ഹൃദയം. കർത്താവിൻ്റെ ഹൃദയത്തെ തുറക്കണമേ. ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും അതൊരു ഇൻഫർമേഷനായി മാറാതെ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുവാൻ, അതെൻ്റെ തീരുമാനങ്ങളായി മാറുവാൻ, അതെൻ്റെ ലൈഫ് സ്റ്റൈലായി മാറുവാൻ, എൻ്റെ ജീവിതചര്യയായി മാറുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ തുറക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങൾ സ്നാനപ്പെട്ടതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ സമൂഹത്തിന്, ഞങ്ങളുടെ ചുറ്റുപാടിന് ഞങ്ങളൊരു ഇൻഫ്ലുവൻസ് ആക്കി മാറ്റണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ലിഡിയായ്ക്ക് തൻ്റെ കുടുംബത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞതുപോലെ കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇനിയും അനേകർ രക്ഷിക്കപ്പെടുവാനുണ്ട്, അനേകർ കർത്താവിനെ അംഗീകരിക്കുവാനുണ്ട്. അവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു ഹോസ്പിറ്റബിൾ ഹാർട്ട് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ, ഞങ്ങൾക്ക് ദൈവം തന്ന നന്മകൾ, ഞങ്ങൾക്ക് ദൈവം തന്ന ഭൗതിക നന്മകൾ, ലിഡിയ തൻ്റെ ഭവനം തുറന്നു കൊടുത്തതുപോലെ ഞങ്ങൾക്ക് ദൈവം തന്ന ഭൗതിക നന്മകൾ കർത്താവെ, ശുശ്രൂഷ ചെയ്യുന്നവരോട് കൂടെ ഒരു കൂട്ടാളിയായി പാർട്ട്ണർഷിപ്പ് ചെയ്യുവാൻ ഞങ്ങളെ സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടത് വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയ്ക്കും കാരണമാക്കി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ ഞങ്ങൾ കേൾക്കുന്ന വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അവർ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അടികൾ പ്രാർത്ഥന ഇടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.